പുഴ പോലെ ഒഴുകുന്ന യാത്രകൾ, അതിൽ കടലാസു തോണികൾ പോലെ മനുഷ്യർ പല കൈവഴികളിലൂടെ ഇവിടേക്ക് എത്തുന്നു, ഒരുമിച്ച് ഒഴുകുന്നു. ആൾക്കാരിൽ നിന്ന്, കുറച്ച് ആളുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ട് സ്പിറ്റിനെ ഭയങ്കരമായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ വിൻ്ററിനെ കുറിച്ചിട്ടും. ഞാൻ ബസ്സിലാണ് കസയിലോട്ട് എത്തിയത്. അവിടെ എത്തിയപ്പോൾ മെയിൻ എല്ലാ സ്പോട്ടും നമ്മൾ ഫസ്റ്റ് ദിവസം കൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് എല്ലാവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണണം എന്ന് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സ്പിറ്റി എങ്ങനെയാണ്, സ്പിറ്റിയുടെ മൂഡ് എങ്ങനെയാണ്, അതൊന്നും അറിയണം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളേനെ മീറ്റ് ചെയ്യണത്. ആദ്യത്തെ ദിവസം പോയത് ആരും കാണാത്തൊരു സ്പോട്ടിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നത്. ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയാൻ പാടില്ല അങ്ങനെ ഒരു സ്പോട്ടുണ്ട്. ഞാൻ ഇതേവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സിമന്താണ് ഫസ്റ്റ് ഇങ്ങോട്ട് പറയാം നമുക്ക് ഇങ്ങനെ ഒരു വില്ലേജ്. ഇപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഫസ്റ്റ് ദിവസം ഇവിടെ എത്തിയപ്പോൾ ഈ എക്കോമാൻ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. സ്പിറ്റിയിലോട്ട് കാസയിലോട്ട് മൊത്തം വെള്ളം കൊടുത്ത്, ആ ഒരു ടൗണിന് മൊത്തം വെള്ളം കൊടുക്കുന്ന ആൾ, അയാൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് സെപ്പറേറ്റ് റോഡ് വെട്ടി, മറ്റേ പോസ്റ്റ്, അയാൾക്ക് ഗവൺമെൻറ് ജോബ് അങ്ങനത്തെ ഒക്കെ കൊടുത്ത് ഒരു സ്പെഷ്യൽ ആളവിടുത്തെ. ആ ഒരു അയാളുടെ ഒരു വില്ലേജിലെ ഒരൊറ്റ വീടേ ഉള്ളൂ. അയാൾക്കാണ് അവിടുത്തെ മൊത്തം വാട്ടർ സോഴ്സ് എങ്ങനെയാണെന്നൊക്കെ അറിയുള്ളൂ. അങ്ങനത്തെ ഒരാൾ. അയാൾ അടിച്ച് കിളി പോയി കഴിഞ്ഞാൽ, ഫിറ്റായി കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം കാസയിൽ വെള്ളമില്ല. അപ്പോൾ ഇയാൾ തപ്പിക്കണ്ടു. അങ്ങനത്തെ ഒരു ഹൈപ്പ് സ്റ്റോറി ആയിട്ടപ്പോൾ നമുക്ക് മൂടായോ ഒന്ന് കയറിയാൽ കൊള്ളാമെന്ന്. പിന്നെ നമ്മൾ കൂടി കണക്ട് ആയപ്പോൾ വണ്ടിയായി, നല്ലൊരു മൂഡ് കിട്ടി. എല്ലാവരും കൂടി ഇപ്പടെ ഒരു ട്രയൽസ് പോയി. ആ ട്രയൽസിന്റെ ഇടയിൽ എക്വമാനെ കണ്ട സീൻ അത് മറക്കില്ല. ഒരു ചെറിയൊരു നല്ലൊരു ഹാപ്പി ഫേസ് ഉള്ള ഒരാള്, ഒരു പട്ടിക്കുട്ടി അത് അടിപൊളിയായിരുന്നു. ബാക്കി നമ്മളെല്ലായിടത്തും കാണുന്നുണ്ട്. വേറെ പോസ്റ്റ് ഓഫീസ്, പെട്രോൾ പമ്പ് എന്നൊക്കെ നമ്മളെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു സർപ്രൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് നമ്മൾ താമസിക്കുന്നത് ഒരു വേൾഡ് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് റോയൽ എൻഫീൽഡിലാണെന്നുള്ള ആ ഒരു സംഭവം നമ്മൾ അറിയുന്നില്ല. When did you land in Spiti? I was planning like about 7 or 8 years ago. Like I had this vision that there would be a lot of bikers coming to Spiti and exploring Spiti, and there was not a proper workshop. So I wanted to do it in a way, like a bikers cafe. That was my dream basically. Hotel and everything came, later. But the idea of motorcycling and bikers cafe was always there. So it was around 2017 when we started this, and I moved here from Manal. And the whole purpose of coming here was motorcycles, because Spiti is a mecca for motorcyclists. It is filled with adventure. It has this true essence of adventure, and there's endless, limitless trails. Just riding day out, in the sun, finding new trails. That's our passion. Going somewhere where no one else has been. Yeah. Tashigang. 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 Yeah, Tashigang and Gete. So these two places. Condition there. The conditions? Yeah, the road. The road is total off-road. The terrain, there is you will find black soil. It sticks to your tires. It's more like mud.
It's going to be. It's going to be a little tough. Yeah, sure. It's total deserted. Like Tashigang has only 4 houses, 4 family. Me? All these hidden places, which people haven't explored yet. These motorcyclists, they just come to this place and touch places and just, they move back, click selfies. But the true motorcyclist, to him, it's like a Disneyland. തരൂ, നമുക്കൊരു സെറ്റ് അടിക്കാം. ഓ Spiti, it's beautiful, this place, and the stars, they're like, I've been in Himachal, all my life, Manali, but stars is something different to see here. ഗ്രീൻ, റെഡ്, അങ്ങനത്തെ കുറെ ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ കണ്ടു. പിന്നെ സ്റ്റാർസിന്റെ ഒരു മൂവ്മെന്റ് കറക്റ്റ് മൂവ് ചെയ്യണത്. നമ്മൾ തിരിച്ചു വന്ന് രാത്രി റൂമിലോട്ട് നടന്നാണ് വരുന്നത്. ആ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നടന്നെത്തുമ്പോൾ നമുക്ക് അവിടെ നിന്ന് 3 ഷൂട്ടിംഗ് സ്റ്റാർസിനെ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. Like, no pollution, nothing. Sitting up a motor cafe, like we need all these stars. Yeah, It's like a dream. യാത്ര മനുഷ്യലക്ഷണമാണെന്നാണ് കവി ലൂയിസ് പീറ്റർ പറഞ്ഞത്. അതൊരു കണക്കിന് ശരിയുമാണ്. ദിവസങ്ങളും ആഴ്ചകളും നീണ്ടു നിൽക്കുന്ന ചില യാത്രകളിൽ മണിക്കൂറുകളോളം ചലനാവസ്ഥയിൽ തുടരുന്ന ശരീരത്തിലെ ഓരോ കോശത്തിലും പണ്ട് നായാടി ജീവിച്ചു പോകുന്ന പൂർവികർ ബാക്കി വെച്ചിട്ട് പോയ ഏതോ ജീനുകൾക്ക് ജീവൻ വയ്ക്കുന്നതായി തോന്നിയിട്ടുണ്ട്. പ്രാപ്യസ്ഥാനങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അത്തരം യാത്രകളുടെയൊക്കെ ഒടുക്കം സ്വത്വത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നിലേക്ക് കൂടി നാം എത്തിച്ചേരും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും സ്വത്വം തേടുന്നവർ വേദവാക്യങ്ങൾക്ക് പകരം അന്വേഷണോപായമായി യാത്രകളെ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് വൈബ് വീഡിയോ. സ്പിറ്റ് വന്നിട്ട് ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്നത്. തന്തയ്ക്ക് വിളിയായിരിക്കും എല്ലാവരും.